നമ്മൾ കഴിഞ്ഞത് ഏഴാമത്തെ പദ്യം കഴിഞ്ഞു അല്ലെ? ഏഴാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞത്. കർമ്മയോഗത്തില് മൂന്നാമത്തെ അധ്യായത്തില് ഏഴാമത്തെ ശ്ലോകം കഴിഞ്ഞു. അപ്പൊ ഏഴാമത്തെ ശ്ലോകത്തില് പറഞ്ഞതാണ് അല്ലെ, ആർക്കാണ് നൈഷ്കർമ്മ്യ സിദ്ധിക്ക് അർഹത വരുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞത്. ആരാണോ ലക്ഷ്യബോധത്തോടുകൂടി ഇന്ദ്രിയങ്ങളെല്ലാം അടക്കി അഹന്താ മമതകൾ ഉപേക്ഷിച്ച് ഞാൻ എന്റേതെന്ന ഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർമ്മഫലത്തിനോട് സംഘമില്ലാതെ, കർമ്മഫലങ്ങളിൽ സംഘമില്ലാതെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് ആരാണോ സ്വധർമ്മം അനുഷ്ഠിക്കുന്നത്, അതിന്റെ കൂടെ ആരാണോ യോഗം പരിശീലിക്കുക, യോഗം എന്ന് പറഞ്ഞാൽ പറഞ്ഞില്ലേ മനസ്സിന്റെ സമനില, സമസ്ഥിതി, ആരാണോ പരിശീലിക്കുന്നത് അയാള് ക്രമത്തിൽ നൈഷ്കർമ്മ്യ സിദ്ധിക്ക് യോഗ്യതയുള്ള ആളായി തീരുന്നു എന്നാണ് പറഞ്ഞു നിർത്തിയത് അല്ല. അതാണ് പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇവിടെ എന്താണ് ഈ പദ്യത്തില് കർമ്മയോഗത്തെ കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എങ്ങനെയാണ് കർമ്മയോഗം ചെയ്യേണ്ടത്? അപ്പൊ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെല്ലാം നിയന്ത്രിക്കുക, എന്നിട്ട് സംഘമില്ലാതെ സമനില ശീലിച്ചതാണ് യോഗം ചെയ്യുന്ന സ്വധർമ്മ ആചരണമാണ് കർമ്മയോഗം. നമ്മളുടെ ചെയ്യാനുള്ള കർമ്മങ്ങൾ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുക. കർമ്മം ചെയ്യുമ്പോൾ ലക്ഷ്യബോധം വേണം അല്ലെ, മനസ്സ് സമനിലയിലായിരിക്കണം. അതേസമയം ഫലത്തെക്കുറിച്ചുള്ള ഇച്ഛ ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നതാണ് യഥാർത്ഥത്തിൽ കർമ്മയോഗം എന്ന് പറയുന്നത് അല്ലെ. ചിലര് വിചാരിക്കുന്നത് എന്താണ്, ഒട്ടും ഒഴിവില്ലാതെ പകല് കർമ്മം ചെയ്തുകൊണ്ടിരിക്കലാണ് കർമ്മയോഗം എന്നാണ് ചിലർ വിചാരിച്ചത്. അങ്ങനെയല്ല എന്നാണ് അത് അല്ലെ. അതിനെക്കുറിച്ച് കർമ്മഭ്രാന്താണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ കർമ്മയോഗത്തിന്റെ അല്ലെ, കർമ്മയോഗം എന്താണ്, അതിന്റെ രഹസ്യം ഭഗവാൻ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറയുകയാണ് അർജുനന്റെ ജീവിതം എന്ന് പറയുന്നത്. അർജുനന്റെ ജീവിതം എങ്ങനെയാണ് സഫലമാവുക ചോദിച്ചു കഴിഞ്ഞാൽ കർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ മാത്രമേ അർജുനന്റെ ജീവിതത്തിന് സാഫല്യം കൈവരൂ എന്നാണ് ഭഗവാൻ പറയുന്നത്. അടുത്ത ശ്ലോകത്തില് അതിനെക്കുറിച്ചാണ് ഭഗവാൻ പറയുന്നത്. എട്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കോ, അൺമ്യൂട്ട് ചെയ്ത്. നിയതം കുരു കർമ്മത്വം കർമ്മജ്യായോ ഹ്യകർമ്മണഃ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധ്യേദ കർമ്മണഃ. അടുത്തതില് പറയുന്നതാണ് നിയതം കുരു കർമ്മ ത്വം കർമ്മ ജ്യായോഹ്യ കർമ്മണ ശരീരയാത്രാഭിചതേ ന പ്രസിദ്ധ്യേദ കർമ്മണ. അപ്പൊ അതുകൊണ്ട് അർജുനോട് പറയണം, അപ്പൊ അതുകൊണ്ട് നിനക്ക് നിന്റെ സ്വന്തം പ്രകൃതി ഗുണത്താല് അല്ലെ, ആ ഗുണകർമ്മം, അപ്പൊ ആ ഗുണകർമ്മം പ്രകൃതിയുടെ ഗുണം കൊണ്ട് നിനക്ക് എന്താണോ കർമ്മം വിധിച്ചിരിക്കുന്നത് അത് നീ അനുഷ്ഠിക്കൂ എന്ന് പറയണം. എന്താ കാരണം ചോദിച്ചാൽ, എന്തുകൊണ്ടാണ് കർമ്മം അനുഷ്ഠിക്കൂ എന്ന് പറയാൻ കാരണം, കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ശ്രേയസ്കരമാണ് കർമ്മം ചെയ്യുന്നത് എന്നാണ്. എന്ന് മാത്രമല്ല, കർമ്മം ചെയ്തിട്ടില്ലെങ്കിലോ, കർമ്മം ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതയാത്ര അത് ഫലവത്താവില്ല എന്ന് പറയാണ്. അതിനൊരു സാഫല്യം ഉണ്ടാവില്ല എന്ന് പറയാണ് അർജുനോട്. അപ്പോ കർമ്മം ചെയ്യുന്നേ വേണമെന്ന് പറയാണ്. ഇപ്പോ നമ്മള് ഒരു ശരീരത്തില്, ഇപ്പൊ ഈ ശരീരത്തിൽ വന്ന് ജനിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, കഴിഞ്ഞു പോയ ജന്മങ്ങളില് നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ള കർമ്മവാസനകളുണ്ട്. നമ്മളുടെ ഉള്ളിൽ കുറെ ഡെപ്പോസിറ്റ് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അല്ലെ. കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ നമ്മൾ ആർജിച്ചിട്ടുള്ള, നമ്മൾ കൂട്ടിവെച്ചിട്ടുള്ള, സഞ്ചയിച്ചിട്ടുള്ള കർമ്മവാസന, സഞ്ചിത കർമ്മം. അപ്പൊ ആ കർമ്മവാസനകളില് എല്ലാം ഇല്ല, ചില കർമ്മവാസനകൾ അനുഭവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ ഈ ശരീരത്തിൽ നമ്മളൊക്കെ വന്നിരിക്കുന്നത്. അപ്പോ ആ കർമ്മവാസനകള് ഈ ശരീരം കൊണ്ട് അല്ലെ, ഇന്ന കർമ്മങ്ങൾ ചെയ്യാന്നുണ്ട് ഈ ശരീരം ഉപയോഗിച്ചുകൊണ്ട്. ആ കർമ്മങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ ഈ ശരീരം വിട്ടുപോകും അല്ലെ. അതാണ് ഓരോരുത്തർക്കും അതാണ് സംഭവിക്കുന്നത്. ഇന്നലെ നമ്മൾ പറഞ്ഞില്ലേ, ഇന്നലെ പ്രതീക്ഷിക്കാതെ സംഭവിച്ചു. അപ്പൊ അദ്ദേഹത്തിന് ഈ ശരീരം കൊണ്ടുള്ള ഇവിടുത്തെ കർമ്മം അദ്ദേഹത്തിന്റെ തീർന്നു. അതുകൊണ്ടാണ് അദ്ദേഹം ഇന്നലെ യാത്രയായത് നമ്മളോട്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നതാണ്. അപ്പൊ ഒരു ശരീരത്തില് വരുന്നത് എന്തിനാണ് ചോദിച്ചു കഴിഞ്ഞാൽ, പൂർവ്വജന്മങ്ങളില് ആർജിച്ചിട്ടുള്ള കർമ്മവാസനകളില് ചിലത് അനുഭവിച്ച്, എല്ലാ കർമ്മവാസനയും തീർക്കാൻ പറ്റിക്കോളന്നില്ല. അപ്പൊ ചിലത് അനുഭവിച്ച് തീർക്കാൻ അതിനനുസരിച്ചുള്ള ഒരു പ്രത്യേക ശരീരത്തിലാണ് നമ്മൾ വരിക. അങ്ങനെയാണ് ഈ ശരീരത്തിൽ വരുന്നത്. അപ്പൊ ഏത് കർമ്മവാസന അനുഭവിച്ച് തീർക്കാനാണോ ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നത്, അതിനാണ് പ്രാരബ്ധ കർമ്മം എന്നാണ് അതിന് പറയുക. പ്രാരബ്ധ കർമ്മവാസന. അപ്പൊ ഈ ശരീരത്തിൽ ഇരുന്നു കൊണ്ട് ഇന്ന കർമ്മങ്ങൾ അനുഭവിച്ച് തീർക്കുക എന്നുണ്ട് അല്ലെ. അതാണ് പ്രാരബ്ധ കർമ്മം എന്നാണ് അതിന് പറയുക. അപ്പോ
ലക്ഷ്യബോധത്തോടുകൂടി ജീവിക്കുന്ന ഒരാൾക്ക് ഈ ജീവിതം കൊണ്ട് എന്താണ് സാധിക്കേണ്ടത് ചോദിച്ചു കഴിഞ്ഞാൽ 2 കാര്യങ്ങളാണ് ഒരാൾക്ക് സാധിക്കാനുള്ളത്. ലക്ഷ്യബോധമുള്ള ഒരാൾക്ക് അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, അതിനെക്കുറിച്ച് ബോധ്യമുള്ള ഒരാളെ സംബന്ധിച്ച് ഈ ജീവിതം കൊണ്ട് 2 കാര്യങ്ങളാണ് സാധിക്കേണ്ടത്. ഒന്ന് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ശരീരം കൊണ്ട്, ഈ ശരീരത്തിൽ ഇരുന്ന് കുറച്ച് കർമ്മങ്ങൾ ചെയ്യാനാണ് ശരീരത്തിൽ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ശരീരത്തിൽ വന്ന ശേഷം നമ്മൾ ചില കർമ്മങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ട്. ആ കർമ്മവാസന കർമ്മം ചെയ്ത് അനുഭവിച്ച് തീർക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. അതിനാണ് ഈ ശരീരത്തിൽ വന്നിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ശ്രദ്ധിച്ചു കേൾക്കണം. അപ്പൊ നേരത്തെ പറഞ്ഞു, ഈ ശരീരത്തിൽ ജനിക്കാനുള്ള കാരണം പൂർവ്വജന്മങ്ങളിൽ ആർജിച്ചു വെച്ചിട്ടുള്ള കർമ്മവാസനകളിൽ ചിലത് അനുഭവിച്ച് തീർക്കാൻ, അതിനാണ് ഈ ശരീരം സ്വീകരിച്ചിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പൊ ഈ ശരീരത്തിൽ വന്നു, ഇനി ഈ ശരീരം കൊണ്ട് തുടങ്ങി വെച്ച കർമ്മവാസനകളൊക്കെ എന്ത് വേണം? കർമ്മം ചെയ്ത് അനുഭവിച്ച് തീർക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി സഞ്ചിത കർമ്മം, നമ്മൾ ഉള്ളില് ഇനിയും അടിഞ്ഞുകൂടിയിരിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടല്ലോ, സഞ്ചിത കർമ്മം, ഇനിയും മുളച്ച് പുറത്തേക്ക് വരാത്തത്, വരാൻ സാധ്യതയുള്ളത്, അതിനെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനം നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ, ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഉള്ളിലുള്ള ഇതുവരെ ഇനിയുള്ള ഡെപ്പോസിറ്റുകൾ മുഴുവൻ പോകും. സഞ്ചിത കർമ്മം മുഴുവൻ ഇല്ലാതാവും ജ്ഞാനം നേടിക്കഴിഞ്ഞാൽ. അപ്പോ നേരെ മറിച്ച് പ്രാരബ്ധമാണെങ്കിലോ, പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത് അതിലൂടെ നമ്മൾ കടന്നു പോകണം, അത് അനുഭവിച്ച് തന്നെ തീർക്കണം എന്നുള്ളത്. കാരണം ഒരു വിത്ത് കുഴിച്ചിട്ടു, അത് മുളച്ച് ചെടിയായി വളർന്നു. ഇനി എന്ത് വേണം? ഇനി അത് വളർന്ന് വലുതായി വൃക്ഷമായി തീർന്ന് ഇലകളെല്ലാം കൊഴിഞ്ഞ് നശിച്ചു പോകണം. അപ്പൊ അങ്ങനെ അനുഭവിച്ച് തീർക്കണം. അതാണ് പ്രാരബ്ധ കർമ്മം എന്ന് പറയുന്നത്. അതിലൂടെ തന്നെ കടന്നു പോകണം. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മവും, അപ്പൊ സഞ്ചിത കർമ്മത്തെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ സഞ്ചിത കർമ്മമൊക്കെ അവസാനിക്കും. പക്ഷെ പ്രാരബ്ധം അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ആ പ്രാരബ്ധം അനുഭവിച്ച് തന്നെ തീർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ ഈ പ്രാരബ്ധ കർമ്മവും അവസാനിച്ചാലേ സ്ഥിതപ്രജ്ഞത പൂർണ്ണമാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോഴാണ് ആ സ്ഥിതപ്രജ്ഞത്വത്തില് ഉറപ്പ് കിട്ടുള്ളൂ. അപ്പോ ഈ ശരീരത്തിൽ വന്നിരിക്കുന്നതിന്റെ രണ്ടാമത്തെ പ്രയോജനം, ഒന്നാമത്തെ പ്രയോജനം നേരത്തെ പറഞ്ഞു, ചില കർമ്മവാസനകളെ അവസാനിപ്പിക്കുക, കർമ്മം അനുഭവിച്ച് അവസാനിപ്പിക്കുക. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഈ പ്രാരബ്ധ കർമ്മത്തെയും അവസാനിപ്പിച്ച് സ്ഥിതപ്രജ്ഞത നേടുക എന്നുള്ളതാണ് ഈ ശരീരം കൊണ്ട് രണ്ടാമത്തെ പ്രയോജനം എന്ന് പറയുന്നത്. അപ്പൊ അർജുനനെ സംബന്ധിച്ച് അർജുനന് ചെയ്യാനുള്ള കർമ്മം, സ്വന്തം കർമ്മം, അത് സ്വധർമ്മമായിട്ട് അർജുനൻ അത് ചെയ്യാതിരുന്നാൽ, അനുഷ്ഠിക്കാതിരുന്നാൽ എന്താ ഉണ്ടാവുക? ഈ ശരീരം കൊണ്ട് നേടേണ്ട പ്രാരബ്ധ ക്ഷയം എന്ന് പറയുന്നുണ്ട്, അത് സാധിക്കില്ല. അപ്പൊ പ്രാരബ്ധം മുഴുവൻ ക്ഷയിച്ചിട്ടില്ലെങ്കിലോ സ്ഥിതപ്രജ്ഞത്വം സാധ്യമല്ല എന്നാണ്. അപ്പൊ ഈ 2 കാര്യങ്ങളും നടക്കില്ല. നേരത്തെ പറഞ്ഞ സഞ്ചിത കർമ്മ ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇല്ലാതെയാവും. സഞ്ചിത കർമ്മം എല്ലാം ഇനിയും അനുഭവിച്ച് തീർക്കാനായിട്ട് കാത്തിരിക്കേണ്ട ആവശ്യമില്ല അല്ലെ. അത് വിത്തിന്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിലുണ്ട്, നമ്മുടെ കോൺഷ്യസ്, നമ്മുടെ ബോധത്തില്, നമ്മുടെ ഉള്ളിൽ അത് ഒളിഞ്ഞു കിടപ്പുണ്ട് വിത്തിന്റെ രൂപത്തിൽ, സഞ്ചിത കർമ്മങ്ങൾ. പക്ഷെ അതെല്ലാം നമുക്ക് ഇല്ലാതാക്കാം ജ്ഞാനം കൊണ്ട്. ജ്ഞാനത്തിലൂടെ ജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ, ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാൽ ആ സഞ്ചിത കർമ്മങ്ങൾ മുഴുവൻ ഇല്ലാതെയാവും. അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ബോധറിയേണ്ട ആവശ്യമില്ല. പക്ഷെ ജ്ഞാനം ഉണ്ടാവണമെന്ന് മാത്രം. പക്ഷെ ഈ പ്രാരബ്ധ കർമ്മം എന്നുള്ളത് അത് അനുഭവിച്ച് തീർക്കുക തന്നെ വേണം. അപ്പൊ ഓരോരുത്തർക്കും ഓരോ പ്രാരബ്ധമാണല്ലോ. അർജുനന് യുദ്ധം ചെയ്യുക എന്നുള്ളൊരു പ്രാരബ്ധ കർമ്മമുണ്ട്. അപ്പൊ അർജുനൻ അത് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അത് ചെയ്യാൻ പറ്റില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ പ്രാരബ്ധ കർമ്മം അവസാനിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? ആ പ്രാരബ്ധ കർമ്മം തീരില്ല അർജുനന്, ബാക്കി നിൽക്കും. അപ്പൊ പ്രാരബ്ധ കർമ്മം തീരാതെ സ്ഥിതപ്രജ്ഞത്വം സാധിക്കില്ല, അതിന് ഉറപ്പ് കിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഇത് രണ്ടും കിട്ടില്ലല്ലോ. അതാണ് ഭഗവാൻ ഉദ്ദേശിച്ചത് അതാണ്. അപ്പോ കർമ്മവാസനകൾ ക്ഷയിക്കാനും അതേപോലെ സ്ഥിതപ്രജ്ഞ നേടാനും കർമ്മം ചെയ്യണം എന്നാണ് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോ ഇവിടെ ഒരു സംശയം വരാം. കാരണം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ വാസനകൾ ക്ഷയിക്കുന്നതിന് പകരം വർദ്ധിക്കുകയല്ലേ ഉള്ളൂ എന്നൊരു സംശയം ഉണ്ടാവുക. കാരണം കർമ്മം ചെയ്തിട്ടാണല്ലോ വാസനകൾ ഉണ്ടാവുന്നത്. അപ്പൊ അർജുനൻ ഉണ്ടാവാവുന്ന ഈ ഒരു സംശയത്തെ കുറിച്ചാണ് അടുത്ത ശ്ലോകത്തില് ഭഗവാൻ മറുപടി പറയുന്നത്. 9ാമത്തെ ശ്ലോകം ചൊല്ലി. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ തദർത്ഥം കർമ്മ കൗന്ദേയ
മുക്തസംഗ സമാചര. അപ്പൊ എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറയുന്നത്. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മ കൗന്ദേയ മുക്തസംഗ സമാചര. കൗന്ദേയ, അല്ലയോ അർജുന, അർജുനോട് പറയാണ്. അപ്പോ ഈ ലോകം ആളുകൾ എങ്ങനെയാണ് കർമ്മബന്ധത്തിൽ പെട്ടുപോകണോ ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞാർത്ഥാത് അന്യത്ര കർമ്മണ എന്നാണ്. യജ്ഞരൂപത്തിലല്ലാതെ ചെയ്യുന്ന കർമ്മം കാരണമാണ് ഈ ലോകത്തിലെ ആളുകൾ, ഈ ലോകം കർമ്മബന്ധന, കർമ്മബദ്ധമായിട്ട് ഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കുന്നത്, കർമ്മദോഷം നമ്മളെ ബാധിക്കുന്നത്, അല്ലെങ്കിൽ കർമ്മങ്ങൾ നമ്മളെ ബന്ധിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യജ്ഞരൂപത്തിലല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോ തദർത്ഥം, അതുകൊണ്ട് എന്ത് വേണം? മുക്തസംഗ സമാചര. നീ മുക്തസംഗനായിട്ട് കർമ്മം അനുഷ്ഠിക്കൂ എന്നാണ് പറയുന്നത്. അർജുനോട് പറയണം, അല്ലയോ കൗന്ദേ അർജുന, കുന്തിപുത്ര, അല്ലയോ അർജുന, യജ്ഞരൂപത്തിലല്ലാതെ ചെയ്യുന്ന കർമ്മം കാരണം മാത്രമാണ് ഈ ലോകത്തിൽ കർമ്മബദ്ധം ഉണ്ടാവുന്നത്, കർമ്മബദ്ധമായി ഭവിക്കുന്നത് എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നീ എങ്ങനെ ചെയ്യാം കർമ്മം? മുക്തസംഗനായിട്ട് കർമ്മം അനുഷ്ഠിക്കൂ. മുക്തസംഗം എന്ന് പറഞ്ഞാൽ സംഘമില്ലാതെ, കർമ്മത്തിനോട് ഒട്ടലില്ലാതെ നീ കർമ്മം ചെയ്യൂ എന്നാണ് പറയുന്നത്. അപ്പൊ എന്താണ് ഈ യജ്ഞകർമ്മം? നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞഭാവത്തിൽ ചെയ്യണം എന്നാണ് പറയുന്നത്. യജ്ഞമായി മാറണം കർമ്മങ്ങൾ മുഴുവൻ. അതാണ് ഭഗവാൻ സൂചിപ്പിച്ചതാണ്. അപ്പൊ എന്താണ് ഈ യജ്ഞം? യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട് അല്ലെ. യജ്ഞമായിട്ട് കർമ്മം അനുഷ്ഠിക്കുക. എന്താണ് ഈ യജ്ഞമായിട്ട് കർമ്മം അനുഷ്ഠിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഘമില്ലാതെ, അറ്റാച്ച്മെന്റ് ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ യജ്ഞമാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഒരു കർമ്മം നമ്മൾ ചെയ്യുന്നു, ആ കർമ്മത്തിനോട് ഒരു അറ്റാച്ച്മെന്റ്, അതിന്റെ ഫലത്തോട്, അതിന്റെ റിസൾട്ട് ഇന്ന രീതിയിലാവണം എന്നുള്ള താല്പര്യത്തോടുകൂടിയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാവില്ല. യജ്ഞമാവണമെങ്കിൽ എന്ത് വേണം? നമ്മളുടെ ഉള്ളിൽ ഒരു കർമ്മവാസനയുണ്ട്. ആ കർമ്മവാസനയ്ക്ക് അനുസരിച്ച് കർമ്മം അങ്ങോട്ട് ചെയ്ത് തീർക്കുക, അതിൽ നിന്ന് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ, എന്ന് പറഞ്ഞാൽ അതിലൊരു സംഘവും ഇല്ലാതെ. മനസ്സിലാവുന്നുണ്ടോ? അതിനോട് ബന്ധപ്പെടാതെ. അപ്പൊ അങ്ങനെ സംഘമില്ലാതെ ഏത് കർമ്മം ചെയ്യണമെങ്കിലും അതൊക്കെ യജ്ഞമായി മാറുമെന്നാണ് ഭഗവാൻ ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അതെല്ലാം യജ്ഞമായി മാറും എന്ന് പറയുന്നു. അപ്പോ കർമ്മവാസന ക്ഷയിപ്പിക്കാനായി എന്ത് വേണം? ഓൾറെഡി നമ്മളുടെ ഉള്ളിലുള്ള കർമ്മവാസനകൾ ക്ഷയിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാരബ്ധ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നത്, നേരത്തെ സൂചിപ്പിച്ചു. അപ്പോ ആ പ്രാരബ്ധ കർമ്മവാസനകൾ അവസാനിപ്പിക്കാൻ, ക്ഷയിപ്പിക്കാൻ എങ്ങനെ ചെയ്യണം? ലക്ഷ്യബോധം വേണം. ലക്ഷ്യബോധത്തോടുകൂടി കർമ്മം ചെയ്യണം. നമുക്കൊക്കെ എല്ലാവർക്കും ഓരോ ലക്ഷ്യമുണ്ട് അല്ലെ? അതിനെക്കുറിച്ച് നേരത്തെ പറഞ്ഞു. ആ ലക്ഷ്യം ഇന്നതാണ് എന്നുള്ള ഉറപ്പ് വേണം ഉള്ളില്. പിന്നെയോ ഫലത്തിനോട്, ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലത്തിനോട് ഒരു ആഗ്രഹവും ഉണ്ടാവരുത്, താല്പര്യം ഉണ്ടാവരുത്. അതാണ് ഫലസംഘം ഉപേക്ഷിക്കുക. അപ്പൊ ലക്ഷ്യബോധത്തോടുകൂടി ഫലത്തോടുള്ള ആഗ്രഹം ഇല്ലാതെ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞില്ലേ, കർമ്മകാണ്ഡ വേദഭാഗത്തില് എന്താണ് കുറെ യജ്ഞങ്ങൾ, പൂജകൾ, ഹോമങ്ങൾ, കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അത് മാത്രമല്ല യജ്ഞം. ഏത് കർമ്മവും, നമ്മൾ ചെയ്യുന്ന ഏത് കർമ്മവും യജ്ഞമാവും. ഇപ്പോ അതിനു വേണ്ടി നമ്മൾ എന്താണ് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മളൊക്കെ ഗൃഹസ്ഥന്മാരാണ് അല്ല, കുടുംബത്തിൽ ജീവിക്കുന്നവരാണ്, കുടുംബം നോക്കുന്നവരാണ്. അപ്പൊ ഈ കുടുംബം നോക്കല് തന്നെ നമ്മൾ ഈ രീതിയിലാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ അതും ഒരു യജ്ഞമായി മാറും. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ എല്ലാവരും? അതും ഒരു യജ്ഞമാണ്. അതുകൊണ്ടാണ് പണ്ടുള്ളവർ പറയുന്നത് കുടുംബം നോക്കിയവന് കാശിക്ക് വേണ്ട എന്ന് പറയാറുണ്ട് അല്ലെ. കേട്ടിട്ടുണ്ടോ? എത്ര പേര് കേട്ടിട്ടുണ്ട് കുടുംബം നോക്കിയവന് കാശിക്ക് വേണ്ട? അപ്പൊ എങ്ങനെ കുടുംബം നോക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ യജ്ഞ രൂപത്തിൽ, യജ്ഞഭാവേന, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരു കുടുംബം ഉണ്ടായി, അതുകൊണ്ട് അതിനെ നോക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ആ കർമ്മം അങ്ങോട്ട് ചെയ്ത് അവസാനിപ്പിക്കലാണ്, തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ. അപ്പൊ നമ്മൾ കുടുംബജീവിതം നയിക്കുന്ന ആൾക്കും ആ കർമ്മവും യജ്ഞഭാവേന ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏത് കർമ്മവും നമുക്ക് യജ്ഞമായിട്ട് എടുക്കാം. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളുടെ കർമ്മം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക അല്ലെ. നമ്മള് മക്കളുണ്ടെങ്കിൽ മക്കൾക്ക് വളരാൻ ആവശ്യമായ സാഹചര്യങ്ങൾ നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ നമ്മളൊക്കെ ചെയ്തു കൊടുക്കുക. അവർക്ക് വേണ്ട സമയത്ത് വേണ്ട ഉപദേശങ്ങൾ കൊടുക്കുക, ശാസിക്കേണ്ട സമയത്ത് ശാസിക്കുക, തുടങ്ങിയ കർമ്മങ്ങളൊക്കെ നമ്മൾ ഇതിന്റെ ഭാഗമാണ് അല്ലെ. അവതങ്ങോട്ട് ചെയ്യുക,
വിട്ടേക്കുക. അവരെന്തായി തീരണം, എങ്ങനെ ആയി തീരണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്, അതാണ് യജ്ഞാർത്ഥം, അതാണ് യജ്ഞം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. തിരിച്ചൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല, ബാക്കിയെല്ലാം സമർപ്പണ ഭാവത്തോടുകൂടി. അപ്പൊ ആ ലക്ഷ്യബോധത്തോടുകൂടി ഫലത്തോട് സംഘം ഉപേക്ഷിച്ചാണ് നമ്മൾ കർമ്മം ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ഏത് കർമ്മവും യജ്ഞമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ അർജുനൻ ചെയ്യാൻ പോകുന്ന യുദ്ധം എന്ന് പറയുന്നത്, അർജുനനോട് നേരത്തെ പറഞ്ഞു കർമ്മണ്യേവാധികാരസ്ഥേമാ ഫലേഷു കഥാചന, കർമ്മം ചെയ്യാനേ നിനക്ക് അധികാരമുള്ളൂ, അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നീ ആലോചിക്കരുത്. അപ്പൊ ആ രീതിയിലാണ് അർജുനൻ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അർജുനൻ ചെയ്യുന്ന യുദ്ധം തന്നെ വലിയൊരു യജ്ഞമായി തീരും എന്നാണ് ഇവിടെ സൂചന. അല്ലെ? ശരിയല്ല? മനസ്സിലായോ? ആ യുദ്ധം തന്നെ ഒരു യജ്ഞമായി മാറും യഥാർത്ഥത്തില്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ വേദങ്ങളിൽ പറയുന്നുണ്ട് യജ്ഞം എന്താണ്, ദാനം, തപസ്, ഇതൊക്കെ ചെയ്യേണ്ട കർമ്മം, അതിനെക്കുറിച്ചൊക്കെ അതിനകത്ത് വിവരിക്കുന്നുണ്ട്. ആ കർമ്മം പോലും യജ്ഞമാവണമെങ്കിൽ, ആ യജ്ഞം എന്ന് പറയുന്ന ആ കർമ്മം പോലും യജ്ഞമാവണമെങ്കിൽ എന്ത് വേണം? ഫലത്തിൽ ഇച്ഛ വെക്കരുത്. അത് ചെയ്താൽ എന്താണോ റിസൾട്ട് ഉണ്ടാവുക അതിനെക്കുറിച്ച് ആലോചിക്കരുത് എന്നാണ് പറയുന്നത്. എങ്കിലേ അതും യജ്ഞമായി മാറുള്ളൂ. ഭഗവാൻ തന്നെ വരുന്ന ശ്ലോകത്തിൽ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സാധാരണ യജ്ഞം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അഗ്നികുണ്ഡം ജ്വലിപ്പിക്കുന്നു, അല്ലെ? അഗ്നി ജ്വലിപ്പിക്കുന്നു, ഹോമകുണ്ഡത്തിൽ അഗ്നി ജ്വലിപ്പിക്കുന്നു, എന്നിട്ട് അതില് ഹവിസ് ഹോമിച്ച് ചെയ്യുന്ന ക്രിയയാണ് സാധാരണ യജ്ഞമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. എന്തുകൊണ്ടാണ് യജ്ഞം എന്ന് പേര്? യജിക്കുന്നത് കൊണ്ടാണ് യജ്ഞം എന്ന് പേര് വന്നിരിക്കുന്നത്. അപ്പൊ യജ്ഞം എന്ന് പറഞ്ഞാൽ അഗ്നിയിൽ എരിച്ച് ചാമ്പലാക്കണാലാണ് യജ്ഞം. മനസ്സിലാവുന്നുണ്ടോ? അല്ലെ? അതിനാണ് യജ്ഞം എന്ന് പറയുക, അല്ലെ? നമ്മൾ ഹോമിക്കുന്നില്ലേ, അതിന് യജ്ഞം. അപ്പൊ അഗ്നിയില് എരിച്ച് ചാമ്പലാക്കലാണ് യജ്ഞം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു പ്രതീകമാണ്. നമ്മൾ പുറമേക്ക് ചെയ്യുന്ന ഈ ഹോമം, യജ്ഞം എന്ന് പറയുന്നതൊക്കെ ഒരു പ്രതീകമാണ്. യഥാർത്ഥത്തിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഉള്ളിലുള്ള കർമ്മവാസനയെ, നേരത്തെ പറഞ്ഞു ജ്ഞാനം ഉണർന്നു കഴിഞ്ഞാൽ കർമ്മവാസന, സഞ്ചിത കർമ്മം മുഴുവൻ ഇല്ലാതാവും എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ അഗ്നിയിലെ ജ്വലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഹവിസ് ജ്വലിപ്പിക്കുക. അതുകൊണ്ട് ഏതാണ് ഹവിസ്? നമ്മളുടെ കർമ്മവാസനയാണ് ഹവിസായിട്ട് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? കർമ്മവാസന. അപ്പൊ ഇവിടെ കർമ്മവാസനയാകുന്ന ഹവിസിനെ ഏത് അഗ്നിയില് നമ്മൾ ഹോമിക്കേണ്ടത്? ജ്ഞാനാഗ്നിയില്. ജ്ഞാനമാണ്, നോളജ്, ജ്ഞാനമാണ് ഇവിടെ അഗ്നി എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിലെ കർമ്മവാസനയെ ജ്ഞാനമാകുന്ന അഗ്നിയിൽ ചാമ്പലാക്കുന്ന, ഇരിക്കുന്നതിന്റെ ഒരു പ്രതീകമാണ് പുറമേക്ക് നമ്മൾ യജ്ഞമൊക്കെ ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടുന്നുണ്ടോ? യെസ്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ജ്ഞാനം വളർത്തി കർമ്മവാസനകളെല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ഏത് കർമ്മവും യജ്ഞമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ജ്ഞാനയജ്ഞം എന്ന് പറയാനുള്ള കാരണം അതാണ്. ജ്ഞാനയജ്ഞം എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനാഗ്നിയിൽ നമ്മളുടെ കർമ്മവാസനകളൊക്കെ അതിലൂടെ എരിഞ്ഞ് ഒടുങ്ങുന്നുണ്ട്. അപ്പോ നമ്മൾ ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് ഇന്ന ഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു യജ്ഞം ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമായി മാറില്ല എന്നാണ്. കാരണം അവിടെ ആ ഫലത്തിന് വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? ആ റിസൾട്ടിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്താ സംഭവിക്കുക ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഫലത്തിനോട് സംഘം വരുമ്പോ കർമ്മവാസനയ്ക്ക് ശക്തി കൂടും. അത് ക്ഷയിക്കുന്നതിന് പകരം വീണ്ടും വളരുകയാണ് അത് ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് യജ്ഞരൂപമായിട്ട് യജ്ഞഭാവേന അല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ കർമ്മബദ്ധമാക്കെന്ന് പറയാനുള്ള കാരണം അതുകൊണ്ടാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അത് വേദങ്ങളിൽ പറഞ്ഞിട്ടുള്ള യാഗം തുടങ്ങിയ കർമ്മങ്ങളായാലും ഫലം ഇച്ഛിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ അത് യജ്ഞമാവില്ല എന്ന് മാത്രമല്ല, യജ്ഞമായില്ലെങ്കിൽ അത് കർമ്മബന്ധത്തെ വളർത്തുകയും ചെയ്യും, കൂടുതൽ കർമ്മങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? പിടികിട്ടിയോ? അതേസമയം ഈ ചെയ്യുന്ന, അർജുനൻ പറഞ്ഞല്ലോ ഘോരമായ യുദ്ധം എന്ന് പറഞ്ഞു, ഈ ചെയ്യുന്ന യുദ്ധം പോലും റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാതെ ഫലത്തിൽ ഇച്ഛ വയ്ക്കാതെയാണ് ആ യുദ്ധം ചെയ്യുന്നതെങ്കിൽ അതും യജ്ഞമായി മാറും. അങ്ങനെ യജ്ഞം അനുഷ്ഠിക്കുമ്പോൾ എന്താ സംഭവിക്കുക? അത് ചെയ്യുന്ന ആൾക്ക് മോക്ഷം സാധിക്കും, ആ കർമ്മത്തിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും. ഇതാണ് ഇത് വളരെ വലിയൊരു എന്താ പറയുക, ഒരു സീക്രട്ടാണ് അല്ലെ? ഗീതയിലെ കർമ്മരഹസ്യമാണ് ഇത് യഥാർത്ഥത്തിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ ആകുമ്പോ അതാണ് ഇതിൽ പറഞ്ഞ് സൂചിപ്പിച്ചത്. അതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും യജ്ഞമാക്കി മാറ്റാനായിട്ട് സാധിക്കും നമ്മൾക്ക്. എങ്ങനെയാണെങ്കിൽ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് നമ്മൾ ആലോചിക്കുക, ആ ചെയ്യാനുള്ള കർമ്മം അങ്ങോട്ട് ചെയ്യുക, വിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ അത് യജ്ഞമായി മാറും. അങ്ങനെ യജ്ഞം ആയിട്ട് മാറുമ്പോൾ ആ യജ്ഞം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ നമ്മൾക്ക് അതിൽ നിന്ന് മോചനം നേടാൻ സാധിക്കും, അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റും.
മനസ്സിലായോ? പിടികിട്ടിയോ? അപ്പോ പറഞ്ഞു വന്ന ഇതാണ്, ആ ഫലത്തോടുള്ള സംഘം ഇല്ലാതെ ചെയ്യുന്ന കർമ്മമാണ് യജ്ഞം എന്ന് പറയുന്നതെങ്കിൽ ഇവിടെ വേറൊരു സംശയം വരാം. എന്താണെന്നറിയാമോ? നേരത്തെ പറഞ്ഞില്ലേ, ഈ കർമ്മകാണ്ഡം, വേദത്തില് കർമ്മകാണ്ഡം എന്ന് പറയുന്ന ആ ഭാഗത്ത് ഓരോ യാഗങ്ങളും യജ്ഞങ്ങളും ഒക്കെ ചെയ്യുന്നതിന്റെ ഫലം എന്താണെന്ന് അതിൽ പറയുന്നുണ്ട് അല്ലെ? ഇന്ന യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇന്നതായിരിക്കും, ഇതാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് ഇതാണെന്നൊക്കെ അതിൽ വേദത്തിൽ പറഞ്ഞിട്ടുണ്ട്, വേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംശയം വരും, അങ്ങനെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ലെ? ആ യജ്ഞം ചെയ്തു കഴിഞ്ഞാൽ, ഈ യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഫലം എന്താണെന്ന് വേദത്തിൽ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോ സ്വർഗമാണ് വേണ്ടത് എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ സ്വർഗം വേണ്ട ആളുകൾ ചെയ്യേണ്ട യാഗം ജ്യോതിഷ്ഠോമ യാഗം എന്നാണ് അതിൽ സൂചിപ്പിക്കുന്നത്. ജ്യോതിഷ്ഠോമം ചെയ്തു കഴിഞ്ഞാൽ സ്വർഗം കിട്ടുന്നതാണ്. അതുപോലെ മക്കൾ ഉണ്ടാവാൻ അല്ലെ, മക്കളില്ലാത്തവരാണെങ്കിൽ മക്കൾ ഉണ്ടാവാനായിട്ട് യാഗം ചെയ്യും, അതാണ് പുത്രകാമേഷ്ടി യാഗം അല്ലെ? അങ്ങനെയൊക്കെ അതിൽ വേദങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിൽ എന്തിനാണ് ഈ ഫലത്തെ കുറിച്ച് പറയുന്നത്? അതിന് അർത്ഥം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഇങ്ങനെയുള്ള സംശയങ്ങൾക്കാണ് ഇനി അടുത്ത പദ്യങ്ങൾ കൊണ്ട് ഭഗവാൻ പറയുന്നത്. എന്താണ് അതിൽ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, വേദങ്ങളിൽ ആ കർമ്മകാണ്ഡങ്ങളിൽ ആ ഭാഗത്ത് യജ്ഞങ്ങളെ ഫലം ഇന്നതാണെന്നുള്ള രീതിയിൽ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ അത് എന്താണ്, അതിനുള്ള വിശദീകരണമാണ് ഇനിയുള്ള പദ്യങ്ങളെ കൊണ്ട് ഭഗവാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അടുത്തത് 10ാമത്തെ ശ്ലോകം ചൊല്ലിക്കൊള്ളു. സഹയജ്ഞാ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യദ്യം ഏഷവോത്തിഷ്ഠ കാമദുഃ. ഏഷവോത്തിഷ്ഠ കാമദുഃ. യെസ്, എന്താണ്? സഹയജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതി അനേന പ്രസവിഷ്യദ്വം ഏഷ ഓസ്തിഷ്ഠ കാമദുഃഖ്. പുരാ പ്രജാപതി എന്ന് പറഞ്ഞാൽ സൃഷ്ടിയുടെ ആരംഭത്തിൽ, മുമ്പ് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവ് എന്താണ് ചെയ്തത്? സഹയജ്ഞ പ്രജാ സൃഷ്ടുവ എന്ന് പറഞ്ഞാൽ യജ്ഞകർമ്മങ്ങളോടെ കൂടെ പ്രജകളെയും സൃഷ്ടിച്ചു. എന്നിട്ടോ ഉവാച, എന്നിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ? അനേന, ഈ യജ്ഞകർമ്മം കൊണ്ട് പ്രസവിഷ്യധ്വം എന്ന് പറഞ്ഞാൽ പരമ്പരയാ നിങ്ങൾ ഐശ്വര്യ സമ്പന്നരാകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശ, അതുപോലെ ഈ യജ്ഞകർമ്മം ഇഷ്ടകാമദുഃഖസ്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളെ നേടിത്തരുന്നതായി ഭവിക്കട്ടെ എന്നാണ് ബ്രഹ്മാവ് പറഞ്ഞിരിക്കുന്നത് സൃഷ്ടിയുടെ ആരംഭത്തിൽ. അപ്പൊ സൃഷ്ടിയുടെ ആരംഭത്തില് ബ്രഹ്മാവ് തന്നെയാണ് യജ്ഞകർമ്മങ്ങളെയൊക്കെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിന്റെ കൂടെ യജ്ഞകർമ്മങ്ങളുടെ കൂടെ പ്രജകളെയും സൃഷ്ടിച്ചു. എന്നിട്ട് ബ്രഹ്മാവ് പറഞ്ഞു, ഈ യജ്ഞകർമ്മം അനുഷ്ഠിക്കുന്നതിലൂടെ, യജ്ഞകർമ്മം കൊണ്ട് പരമ്പരയായിട്ട് നിങ്ങൾ ഐശ്വര്യം നേടുവിൻ, ഐശ്വര്യ സമ്പന്നരാകുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ യജ്ഞകർമ്മം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഗ്രഹങ്ങളെ നേടിത്തരുവാൻ ഇടവരട്ടെ, നേടിത്തരുന്നതായിട്ട് ഭവിക്കട്ടെ എന്ന് അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താണ് യജ്ഞം? ആ യജ്ഞം എന്നുകൊണ്ട് ഇവിടെ സൂചിപ്പിക്കുന്നത് അതിന് വലിയ അർത്ഥമുണ്ട് എന്ന് പറയുകയാണ്. ഇപ്പോ ആരായാലും ഏതൊരു വ്യക്തിയായാലും, അപ്പൊ ആ വ്യക്തി എന്താണ് യജ്ഞഭാവേനയാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ, ഏത് മനുഷ്യനെ ആരായാലും യജ്ഞം, അപ്പൊ പ്രജ എന്ന് പറഞ്ഞാൽ എല്ലാവരെയാണ് ഉദ്ദേശിക്കുന്നത്, ആർക്കും ആവാം എന്നാണ്. അപ്പോ ഫലത്തോട് ഇച്ഛ വെക്കാതെ, ഫലസംഘം ഇല്ലാതെ, ഫലത്തിനോട് ആഗ്രഹമില്ലാതെ ഏത് കർമ്മം ചെയ്യുന്നതും യജ്ഞമാണ്. അത് ആര് ചെയ്താലും അത് യജ്ഞമായി മാറും എന്നാണ് പറയുന്നത്. പക്ഷേ ഇവിടെ എന്താണ് ഒരു പ്രശ്നം ചോദിച്ചു കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞു സത്യബോധം ഉണ്ടാവണം, ലക്ഷ്യബോധം ഉണ്ടാവണം എന്ന് പറഞ്ഞു. അതോടുകൂടിയിട്ട് വേണം ഫലത്തിനോട് ഇച്ഛ വെക്കാതെ കർമ്മം അനുഷ്ഠിക്കേണ്ടത്. പക്ഷെ ആ സത്യം എന്താണ്, അതിന്റെ സ്വരൂപം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് കർമ്മത്തെ മുഴുവൻ യജ്ഞരൂപമാക്കി ചെയ്യാൻ എല്ലാവർക്കും പെട്ടെന്ന് പറ്റിക്കൊള്ളണമെന്നില്ല അല്ലെ? നമ്മളുടെയൊക്കെ അവസ്ഥ അതാണ്. കാരണം സത്യത്തിന്റെ സ്വരൂപം എന്താണെന്ന് നമുക്ക് വ്യക്തമായിട്ട് ധരിക്കാൻ തന്നെ സമയമെടുക്കും, പെട്ടെന്ന് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. ശരിയല്ല? ലക്ഷ്യബോധം നമുക്ക് വരാം, എന്താണ് സത്യസാക്ഷാത്കാരം, അതിനെ സാക്ഷാത്കരിക്കലാണ് നമ്മളുടെ ലക്ഷ്യം എന്ന് മനസ്സിലാക്കാം. പക്ഷെ ഈ സത്യസ്വരൂപം അത് വ്യക്തമായിട്ട് ധരിച്ച്
ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ ഫലത്തിനോട് ഇച്ഛ വെക്കാതെ, എന്ന് പറഞ്ഞാൽ യജ്ഞരൂപത്തിൽ ചെയ്യാൻ എല്ലാവർക്കും പെട്ടെന്ന് സാധിച്ചോളണം എന്നില്ല. അപ്പൊ അതുകൊണ്ട് സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ, ആരംഭത്തിൽ തന്നെ പ്രജാപതി കർമ്മങ്ങളെ യജ്ഞമാക്കി മാറ്റിയിട്ട് സത്യത്തിലേക്ക് അടുക്കാൻ ഒരു മാർഗവും കൂടി നിർദ്ദേശിച്ചിട്ടുണ്ട്, ഒരു ഉപായം കൂടിയും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിലേക്ക് അടുക്കാൻ, ഈ സത്യത്തിലേക്ക് അടുക്കാൻ എന്താണ് മാർഗം എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അതിനൊരു ഉപായം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ആ ഉപായമാണ് ദേവസങ്കല്പങ്ങള്, ദേവന്മാരെ ഉപാസിക്കാനുള്ള യജ്ഞങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ആ സത്യസ്വരൂപം നമുക്ക് വ്യക്തമായില്ല, എല്ലാവർക്കും പെട്ടെന്ന് പിടികിട്ടില്ലേ സത്യസ്വരൂപം. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ദേവനെ സങ്കല്പിക്കാം, അല്ലെങ്കിൽ ദേവിയെ സങ്കല്പിക്കാം. എന്നിട്ട് ആ ദേവി ദേവന്മാർ ആരാണോ അവരെ നമ്മൾക്ക് ഉപാസിക്കാം. അതിനുള്ള യജ്ഞങ്ങൾ അതിനു വേണ്ടിയിട്ടാണ്, ആ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോ കർമ്മകാണ്ഡത്തില്, വേദത്തിലെ കർമ്മകാണ്ഡത്തില് ഓരോ യാഗങ്ങൾക്ക് വ്യക്തമായ ഫലം നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിനെന്താ ദോഷം ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ ഫലങ്ങൾ നിർദ്ദേശിക്കാം. വേദത്തില് ഒരു യാഗം ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് എന്നതാണ് എന്നുള്ളത് വേദത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, ശരി. പക്ഷെ യജ്ഞം ചെയ്യുന്ന ആള് ആ ഫലത്തിന് വേണ്ടി പ്രവർത്തിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. ആ ഫലത്തിൽ ഇച്ഛ വെച്ചുകൊണ്ട് ആ കർമ്മം അനുഷ്ഠിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇന്നതാണ് ഫലം എന്നുള്ളത് അതിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. പക്ഷേ ആ യജ്ഞം ചെയ്യുന്ന ആള് ആ ഫലത്തിലേക്ക് ശ്രദ്ധ വെക്കണ്ട. മനസ്സിലാവുന്നുണ്ടോ? ആ ഫലത്തിനോട് സംഘമില്ലാതെ ആ കർമ്മം നിർവഹിച്ചാൽ മതി, അത്രേ വേണ്ടൂ എന്നാണ്. അതാണ് സംഘമില്ലാതെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് അങ്ങനെ ആ ഫലത്തില് അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് യജ്ഞത്തില് ദേവന്മാരെ നിർദ്ദേശിച്ചിരിക്കണെന്നാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോ മനസ്സില് ഏതിനോടെങ്കിലും അറ്റാച്ച്മെന്റ് വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ ഒന്നുകിൽ ഫലത്തിൽ ഒരു അറ്റാച്ച്മെന്റ് വരും. അപ്പൊ അതില്ലാതാക്കാൻ ഇവിടെ ഒരു ദേവനെ പ്രതിഷ്ഠിക്കണം, ഒരു ദേവനെ സങ്കല്പിക്കണം. അപ്പൊ എന്താ സംഭവിക്കുക? ആ ദേവതാ സങ്കല്പത്തില് ഈശ്വര ബുദ്ധിയോടുകൂടി അതിൽ മനസ്സ് ഏകാഗ്രപ്പെടുമ്പോൾ, അതിനകത്ത് ഏകാഗ്രമാകുമ്പോൾ എന്ത് സംഭവിക്കും? അതില് ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്ക് കാരണമാവും എന്നാണ് പറയുന്നത്. അതിനാണ് യജ്ഞത്തിൽ ദേവതാ സങ്കല്പം വെച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഫലത്തിലേക്ക് ശ്രദ്ധ പോവില്ല, ഈ ഈശ്വരനിലേക്കാണ്, ഈ ദേവതയിലേക്കാണ് നമ്മളുടെ ശ്രദ്ധ വരിക എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് മനസ്സ് ഏകാഗ്രമാവും. ആ ദേവതാ സങ്കല്പത്തില് ഈശ്വരനിൽ ഏകാഗ്രമാവും, ഫോക്കസ്ഡ് ആവും. അപ്പൊ എന്താ സംഭവിക്കുക? ഭൗതികവും ആധ്യാത്മികവുമായ പുരോഗതിക്ക് അത് കാരണമാവും എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല, ഫലം വരുന്ന അവസരത്തില് അഹങ്കാരമൊന്നും ഉണ്ടാവില്ല. കാരണം അത് ഈശ്വരൻ തരുന്നതാണ്. അവിടെ ഈശ്വര ബുദ്ധി ഉറച്ചു കിട്ടും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു യജ്ഞത്തിന്റെ ഈ ഒരു രഹസ്യമാണ് ഭഗവാൻ അർജുനന് പറഞ്ഞു കൊടുക്കണ എന്നാണ് പറയുന്നത്. അപ്പോ ദേവസങ്കല്പവും അതുപോലെ യജ്ഞവും എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ശ്രേയസ്സിന് കാരണമായി തീരുന്നത്, അതാണ് അടുത്ത ശ്ലോകം കൊണ്ട് ഭഗവാൻ പറയാൻ പോകുന്നത്. അതും കൂടി നമ്മൾക്ക് നോക്കാം. 11ാമത്തെ ശ്ലോകം ചൊല്ലി. ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്ത ശ്രേയ പരമവാപ്സ്യതഃ. അടുത്ത ശ്ലോകത്തിൽ പറയണം, ദേവാൻ ഭാവയദാനേന തേ ദേവാ ഭാവയന്തുവഃ പരസ്പരം ഭാവയന്തഃ ശ്രേയ പരമവാപ്സ്യത. അപ്പൊ ഇങ്ങനെ നേരത്തെ പറഞ്ഞു, യജ്ഞരൂപത്തിലുള്ള കർമാനുഷ്ഠാനം കൊണ്ട് ദേവാൻ ഭാവയതഃ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുവിൻ എന്നാണ് അതിന്റെ അർത്ഥം. യജ്ഞരൂപത്തിൽ നമ്മൾ കർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതിലൂടെ നിങ്ങൾ ദേവന്മാരെ സന്തോഷിപ്പിക്കുകയാണ്. അപ്പൊ എന്ത് ചെയ്യും? സന്തുഷ്ടരായ ദേവന്മാര് നിങ്ങളെയും സന്തോഷിപ്പിക്കട്ടെ എന്ന് പറയാം. അപ്പൊ അങ്ങനെ പരസ്പരം സന്തോഷിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പരമമായ ശ്രേയസ് കൈവരിക്കാൻ സാധിക്കും എന്നാണ് ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ ദേവതാ സങ്കല്പം എന്താണ്? ദേവതാ സങ്കല്പം ഇപ്പൊ ബോധം എന്ന് പറയുന്നത് എല്ലായിടത്തും നിറഞ്ഞിരിക്കണം. ഇങ്ങനെ കട്ടിപിടിച്ച് ഇടതൂർന്ന് തിങ്ങി വിങ്ങും അല്ലെ, മൗന ഖനാബ്ദി എന്ന് പറയില്ലേ.
അപ്പൊ ആനന്ദഘനമായി എല്ലായിടത്തും നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന ബോധം എന്ന് പറയുന്ന വസ്തു. അപ്പോ അതിന്റെ ശക്തിയിൽ നിന്നാണ് ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ, ഈ ജഡവസ്തുക്കൾ, ഈ ദൃശ്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്ന അതിന്റെ ശക്തിയിൽ നിന്നാണ്. അപ്പോ ആ ശക്തി സ്പന്ദനം അല്ലെ, അതിലൂടെ ഈ ജഡദൃശ്യങ്ങളിലും നിന്നുകൊണ്ട് ഈ ജഡദൃശ്യങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ഈ ബോധം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത് ആ കോൺഷ്യസ്നെസ് ആണ്. അത് തന്നെയാണ് ഈ ദൃശ്യമായിട്ട് കാണുന്നതിലും നിറഞ്ഞിരിക്കുന്നത്. അത് തന്നെയാണ് ഈശാവാസ്യം ഇതം സർവം. അപ്പൊ ഈ ജഡമായിരിക്കുന്ന വസ്തുക്കളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ ബോധം തന്നെയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഈ ശരീരം ഇതൊരു ജഡമാണ്. ഇതിനെ പ്രവർത്തിപ്പിക്കുന്നത് ഇതിന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന ബോധമാണ്. അതേപോലെ തന്നെയാണ് എല്ലാ രൂപങ്ങളിൽ, എല്ലാറ്റിലും അത് തന്നെയാണ്. അപ്പോ നമ്മളുടെ ശരീരത്തിന്റെ എന്റെ ശരീരം എന്തുകൊണ്ടാണ് ചലിക്കുന്നത്, എന്ത് കാരണത്താലാണ് എന്റെ ശരീരത്തിന് ചലിക്കാൻ സാധിക്കുന്നത്, അതിനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ അതിന്റെ രഹസ്യം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കാരണം അതിന്റെ ഉള്ളില് ഈ ജീവചൈതന്യം ഉള്ളത് കൊണ്ടാണ്, ബോധമുള്ളത് കൊണ്ടാണ് ഈ ശരീരത്തിന് എന്താണ് ജീവനോടുകൂടി ഇരിക്കുന്നത്. അല്ലെ? ശരിയല്ലേ? അത് പ്രവർത്തിക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ എല്ലാ ശരീരങ്ങളിലും ഈ ജീവനായിട്ട് പ്രവർത്തിക്കുന്നത് ഒരേ വസ്തുവാണ്, ആ പരമാത്മാവ് തന്നെയാണ്, ആ ബ്രഹ്മം തന്നെയാണ്. എല്ലാ ശരീരങ്ങളിലും ജീവന്റെ രൂപത്തിൽ പ്രവർത്തിക്കുന്നത് ആ ഒരൊറ്റ തത്വമാണ്. അത് എല്ലാറ്റിലും, അത് സൂര്യനാവട്ടെ, ചന്ദ്രനാവട്ടെ, സൗരയൂഥത്തിലുള്ള എല്ലാ ഘടകങ്ങളിലും അത് തന്നെയാണ്. മനുഷ്യൻ, പക്ഷി, മൃഗങ്ങൾ, എല്ലാ ജീവജാലങ്ങളും പ്രവർത്തിക്കാൻ കാരണം ആ ബോധം എല്ലാറ്റിനകത്തും നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അതില്ലെങ്കിൽ ഒന്നിനും പ്രവർത്തിക്കാൻ സാധിക്കില്ല. സൂര്യന്റെ ആ ജ്വലനം അത് എവിടുന്ന് കിട്ടുന്നു? ആ ബോധത്തിൽ നിന്നാണ്. ചന്ദ്രൻ, എല്ലാം നോക്കിക്കഴിഞ്ഞാൽ എല്ലാറ്റിനെയും പ്രവർത്തിക്കുന്നത് ആ ഒരു വസ്തുവാണ്. പക്ഷേ അത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട്. അങ്ങനെ എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന ആ ബോധത്തെ വിചാരം ചെയ്ത് അറിയാൻ എല്ലാവർക്കും കഴിഞ്ഞോളണമെന്നില്ല. ശരിയല്ല? എല്ലാവരും അതിന് സമർത്ഥരായിക്കൊള്ളണമെന്നില്ല. കാരണം ഇത് എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നുണ്ട്. പക്ഷെ നമ്മളെ ശീലം, സാധാരണക്കാരായ ആളുകളുടെ ശീലം എന്താണ്? നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്തൊക്കെയാണോ അനുഭവിക്കുന്നത് അതുമായിട്ട് ഇടപഴകിയ ശീലമാണ് നമ്മൾക്കുള്ളത്. പക്ഷെ ഈ ബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ഇതിന്? ഈ സാധനത്തെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ആർക്കെങ്കിലും? ബോധത്തിന് കാണാൻ പറ്റുമോ? പറ്റില്ല. കാതുകൊണ്ട് കേൾക്കാൻ പറ്റില്ല, മണക്കാൻ പറ്റില്ല, രുചിക്കാൻ പറ്റില്ല, തൊടാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ പറ്റില്ല. പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതീതമായ അറിവാണ്, ഇന്ദ്രിയാതീതമായ അനുഭവമാണ് ബോധം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് അത് അനുഭവിച്ചറിയുന്നെ വേണം. അപ്പൊ എല്ലാവർക്കും അത് അനുഭവിച്ചറിയാൻ കഴിഞ്ഞോളുന്നില്ല. ഇന്ദ്രിയാനുഭവങ്ങൾക്ക് അപ്പുറത്തുള്ള ഒരു അനുഭവത്തെ എല്ലാവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അത് അത്ര ബുദ്ധിമുട്ടാണ് എന്നാണ്, അത്ര എളുപ്പമല്ല എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ എങ്ങും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ബോധം, അതിനെ മനസ്സിലാക്കാൻ പറ്റാത്തവർക്ക് അവരെയും സത്യത്തിലേക്ക് കൊണ്ടുവരണമല്ലോ, അല്ലെ? അവരെയും ഈ ലക്ഷ്യത്തിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതിനു വേണ്ടി ഒരു മാർഗമാണ് ഋഷിമാര് ദേവതാ സങ്കല്പം ഉണ്ടാക്കിയത് എന്നാണ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. കാരണം പലരും ആളുകളോട് നമ്മൾ പറയും, നിങ്ങൾക്ക് എത്ര ദേവന്മാരാണ്, എന്തിനാ അതിന്റെയൊക്കെ ആവശ്യം, ഒന്ന് പോരെ എന്നൊക്കെ ചോദിക്കും, അല്ലെ? അതിന് മറുപടിയാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ ആ എങ്ങും നിറഞ്ഞിരിക്കുന്ന ഈശ്വരൻ അല്ലെങ്കിൽ ആ ബോധം, അതിനെ തന്നെയാണ് ബ്രഹ്മം എന്നൊക്കെ വിളിക്കുന്നത്. അതിനെ തന്നെയാണ്. അതിലേക്ക് എത്താൻ സാധാരണക്കാരായ ആളുകൾക്ക് പറ്റിക്കൊള്ളണമെന്നില്ല, വിചാരം ചെയ്തതിലേക്ക് എത്താൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്തു ചോദിച്ചു കഴിഞ്ഞാൽ, ഋഷിമാർ അതിനുള്ളൊരു മാർഗമായിട്ടാണ്, അതിനൊരു ഉപായമാണ് ദേവതാ സങ്കല്പം എന്ന് പറയുന്നത്. അപ്പൊ ഈ പ്രപഞ്ചത്തില് എന്താണ്, പ്രപഞ്ചഘടങ്ങളില് ഇങ്ങനെ ഈശ്വരീയമായ സാന്നിധ്യം, ദിവ്യരായ പുരുഷന്മാരുടെ സാന്നിധ്യം സങ്കല്പിച്ച് അതിനെ ഭജിക്കാൻ ആളുകളോട് ആവശ്യപ്പെട്ടു ഋഷിമാര് എന്നാണ് പറയുന്നത്. അപ്പൊ ഏത് രൂപത്തിലും നമ്മൾക്ക് ആ ചൈതന്യത്തിനെ ആരാധിക്കാം, ഏത് രൂപം നമുക്ക് തിരഞ്ഞെടുക്കാം, ഏതായാലും കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ആരൊക്കെയാണോ ദൃഢമായിട്ട് സങ്കല്പം വെക്കുന്നത് അവരുടെയൊക്കെ ആ സങ്കല്പം സാധിക്കാൻ എപ്പോഴും ഉണർന്നു നിൽക്കുന്ന ആ പരബ്രഹ്മം എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്നത്, എല്ലാ ശരീരങ്ങളിലും നിറഞ്ഞു സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ
ആ സങ്കല്പം, ശക്തമായ സങ്കല്പം വെക്കുന്നവരുടെ ആഗ്രഹം ഫലിക്കും എന്നുള്ളതിന് ഋഷിമാർക്ക് ഒരു സംശയം ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. കാരണം നമ്മളിപ്പോ ഈ രൂപത്തിലൂടെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എത്തുന്നത് എവിടേക്കാ? അതിലേക്കാണ്. അത് ഭഗവാൻ തുറന്ന് പറയുന്നുണ്ട്, ഇതിൽ തന്നെ വരുന്നുണ്ട്, ഗീതയിൽ അത് വരുന്നുണ്ട്. അപ്പൊ ആ ദേവതാ സങ്കല്പത്തില് കുറച്ച് മനസ്സ് ഏകാഗ്രമാവുമ്പോ അവിടെ ഈ മനസ്സ് ഏകാഗ്രമാവുന്നുണ്ട്. ആ ഏകാഗ്രമാവുമ്പോ എന്ത് സംഭവിക്കും? മനസ്സിൽ മാലിന്യങ്ങളൊക്കെ നീക്കം ചെയ്യപ്പെടും, മനസ്സ് ശുദ്ധമാവും. മനസ്സ് ശുദ്ധമാകുമ്പോ സത്യം എന്താണെന്നുള്ളത് അറിയാനുള്ള കഴിവ് അതിനകത്ത് വരും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? ഇതിന്റെ അവരുടെ ഒരു ക്രമം ഒന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് മനോഹരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അപ്പോ എല്ലാറ്റിലും അതുകൊണ്ടാണ് ഇപ്പൊ സൂര്യനായാലും ചന്ദ്രനായാലും സൗരയൂഥത്തിൽ ഏത് ഗ്രഹമായാലും വായു ആവട്ടെ അഗ്നി ആവട്ടെ എല്ലാറ്റിനെയും നമ്മൾ ദേവന്മാരായിട്ട് കണക്കാക്കുന്നുണ്ട്, അല്ലെ? സൂര്യൻ ദേവനാണ് നമ്മളെ സംബന്ധിച്ച്. ചന്ദ്രൻ, ഗ്രഹങ്ങള് എല്ലാം നമ്മളെ സംബന്ധിച്ച് ദേവതയാണ്. ഏത് രൂപത്തിലും നമ്മൾക്ക് ദേവനെ സങ്കല്പിക്കാം എന്നാണ് പറയുന്നത്. ഏത് ദേവനെ? എല്ലായിടത്തും നിറഞ്ഞിരിക്കുന്ന അനന്തമായ ചൈതന്യം. അപ്പൊ ഇതില് ആ വിഭൂതി യോഗത്തിൽ ഭഗവാൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ? അതുപോലെ പുരുഷോത്തമ യോഗം, അതിലൊക്കെ ഭഗവാൻ പറയുന്നുണ്ട്, അതിനെക്കുറിച്ച് വീണ്ടും പറയുന്നുണ്ട്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മനുഷ്യനെ ഉയർത്താൻ സത്യം കണ്ടെത്തിയ ഋഷിമാര് അവര് ആവിഷ്കരിച്ച ഒരു ഭാവനയാണ് ഈ ദേവതാ സങ്കല്പം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിനെ അറിയാത്ത ആളുകളാണ്, ഇതിനെക്കുറിച്ച് അറിയാത്ത ആളുകളാണ് ഈ ദേവതാ സങ്കല്പമൊക്കെ അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നത്. ഇതിന്റെ പുറകിൽ ഒരു ഉദ്ദേശമുണ്ട് യഥാർത്ഥത്തിൽ. എന്തിനാണ് ദേവന്മാരെ ഉണ്ടാക്കിയിരിക്കുന്നത്? ആ ദേവന്മാരെ എന്തുകൊണ്ടാണ് ദേവന്മാരെ സങ്കല്പിക്കുന്നത്? അത് ഇതിനു വേണ്ടിയിട്ടാണ്. ആ അനന്തമായ ചൈതന്യത്തെ നമുക്ക്, കാരണം നമ്മുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ട് അറിയാൻ പറ്റില്ല. അപ്പൊ എല്ലാവർക്കും അതിലേക്ക് എത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല തുടക്കത്തില്. അപ്പൊ അങ്ങനെ സാധിക്കാത്ത ആളുകൾക്ക് ഒരു ദേവതയെ സങ്കല്പിക്കാം. അത് ഏത് രൂപത്തിലാവും. സൂര്യനാവാം, ചന്ദ്രനാവാം, വായു ആവാം, അഗ്നി ആവാം, ഏതുമാവാം. അപ്പൊ അതിനെ ഈശ്വരനായിട്ട് സങ്കല്പിക്കുമ്പോൾ മനസ്സ് ഫോക്കസ്ഡ് ആവും. മനസ്സ് ഫോക്കസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ശുദ്ധീകരിക്കപ്പെടും. മനസ്സിന് ശുദ്ധീകരിക്കും. കാരണം മനസ്സ് പലതിന്റെ പിന്നാലെ പോകുന്നതുകൊണ്ടാണ് അതിൽ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നത് കൊണ്ടാണ്. അപ്പൊ അതിനെ ഫോക്കസ് ചെയ്യണം, അതിനെ ഏകാഗ്രമാക്കണം. അതിനുള്ളൊരു മാർഗമാണ് ദേവതാ സങ്കല്പം. അപ്പൊ ഇതറിയാത്തത് കൊണ്ടാണ് ആളുകൾ ഇതിനൊക്കെ അന്ധവിശ്വാസം എന്ന് പറയുന്നത് എന്നാണ്. ഇത് അറിവില്ലായ്മയാണ് എന്നാണ് പറയുന്നത്, വിഡ്ഢിത്തമാണ് എന്നാണ് പറയുന്നത്. അപ്പൊ ഓരോ വ്യക്തിയുടെയും ജീവിതം, ആ വ്യക്തിയുടെ ചുറ്റുപാട്, അതേപോലെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രപഞ്ച ഘടകങ്ങളുണ്ട്. പ്രപഞ്ചത്തില് പലതും സൂര്യൻ അതിന്റെ സ്വധർമ്മം അനുഷ്ഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ചന്ദ്രൻ അതിന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുന്നു. വായു, അഗ്നി എല്ലാം തന്റെ സ്വധർമ്മം അനുഷ്ഠിക്കുകയാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രപഞ്ച ഘടകങ്ങളുമായിട്ട് മനുഷ്യന് ബന്ധമുണ്ട്. പക്ഷെ അതുണ്ട് എന്ന് പോലും മനസ്സിലാക്കാൻ പറ്റില്ല. എന്താ കാരണം ചോദിച്ചു കഴിഞ്ഞാൽ അഹങ്കാരം കാരണം ഈ കണക്ഷൻ അറിയില്ല എന്നാണ് പറയുന്നത്. ഇപ്പൊ ശരിക്കും ആലോചിച്ച് നോക്കൂ, സൂര്യന് ചൂടില്ലെങ്കിൽ, അല്ലെങ്കിൽ സൂര്യന്റെ ചൂട് ഇല്ലാന്ന് വിചാരിക്കുക കുറെ കാലത്തേക്ക്, നമുക്കിവിടെ ജീവിക്കാൻ പറ്റില്ല. ശരിയല്ലേ? സൂര്യൻ പെട്ടെന്ന് ഒരു ദിവസം അപ്രത്യക്ഷമായി കഴിഞ്ഞാൽ കഴിഞ്ഞു കഥ. നമുക്ക് പിന്നെ ജീവിതം ഇല്ല അവിടെ. അതേപോലെ വായു ഇല്ലാന്ന് വിചാരിക്കുക, അല്ലെ? വായുവിൽ നിന്നുള്ള ഒരു പ്രാണന്റെ പ്രസരണം അതില്ലെങ്കിൽ നമുക്കൊന്നും ജീവിക്കാനായിട്ട് പറ്റില്ല. നമുക്കൊന്നും ഇവിടെ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവിടെ നമ്മളൊക്കെ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ശരിയല്ലേ? അപ്പൊ നമുക്ക് ജീവൻ തരുന്നത് സൂര്യനാണ്, വായുവാണ്. ഇതൊക്കെ നമ്മളെ പോലെ തന്നെ ജീവനുള്ള പ്രപഞ്ച ഘടകങ്ങളാണ്. ആ രീതിയിൽ മനസ്സിലാക്കാൻ പലർക്കും പറ്റില്ല എന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് വേണം ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളിൽ എന്തെല്ലാം കഴിവുകളുണ്ടോ, എന്തെല്ലാം സാമർഥ്യങ്ങളുണ്ടോ, അതൊക്കെ ആ കഴിവുകളൊക്കെ വരുന്നത് എവിടുന്നാണ്? പ്രപഞ്ച ഘടകങ്ങളിൽ നിന്നാണ്. അതൊക്കെ ഗിഫ്റ്റാണ് നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് എന്ത് വേണം? ഇത് എന്റെ കഴിവാണ് പറഞ്ഞ് അഹങ്കരിക്കാതെ അതിനോടെല്ലാം കൃതജ്ഞത ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഈ ദേവന്മാരെയൊക്കെ നമ്മൾ കൃതജ്ഞതാപൂർവമാണ് നമ്മൾ സങ്കല്പിക്കേണ്ടത്. അങ്ങനെ ആരാധിക്കുന്നത് പോലും അന്ധവിശ്വാസമായിട്ട് കരുതുന്നു എന്നാണ് പറയുന്നത്, അല്ല? അപ്പോ ഈ പ്രപഞ്ച ഘടകങ്ങളൊക്കെ ദിവ്യമാണ്. കാരണം എല്ലാം ആ ഒരു ബോധത്തിൽ ഈശ്വരിൽ നിന്നുണ്ടായതാണ്. അപ്പൊ ഈശാവാസ്യവിധം സർവം, അല്ലെ? അപ്പൊ ഇതൊക്കെ ദിവ്യമാണ്. അപ്പൊ അതില് ദേവസങ്കല്പം വെച്ച് അതിനെ ആരാധിക്കാൻ പ്രജാപതി തന്നെ ലോകം തുടങ്ങിയ കാലത്ത് പ്രജകളോട് ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. എല്ലാവരോടും ആവശ്യപ്പെട്ടു.
അപ്പൊ അങ്ങനെയാകുമ്പോൾ എന്ത് സംഭവിക്കും? ആ ദേവതകള് സന്തുഷ്ടരായി കഴിഞ്ഞാൽ അവര് പ്രജകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള വരങ്ങൾ നൽകി അനുഗ്രഹിക്കും, ഭോഗങ്ങൾ നൽകി അനുഗ്രഹിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ കിട്ടുമ്പോൾ എന്താ, ഇഷ്ടപ്പെട്ടത് കിട്ടുമ്പോൾ എന്താ സംഭവിക്കുക? ആ ദേവനോടുള്ള അറ്റാച്ച്മെന്റ് കൂടും, ദേവഭാവന ശക്തി കൂടും. അപ്പൊ ഇതാണ് പരസ്പര ബന്ധം. അപ്പൊ ഇങ്ങനെ ദേവതാസങ്ങൾ, പ്രപഞ്ച ഘടകങ്ങളും മനുഷ്യരും തമ്മിൽ ഇങ്ങനെ പരസ്പര ബന്ധം ആളുകളുടെ ഭൗതികമായിട്ടുള്ള ഉയർച്ചയ്ക്കും ആധ്യാത്മികമായിട്ടുള്ള ഉയർച്ചയ്ക്കും കാരണമാവും എന്നാണ് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഏറ്റവും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത താഴേക്കിടയിലുള്ള മന്ദബുദ്ധിയായിരിക്കുന്ന ഒരു അജ്ഞനെ പോലും സത്യത്തിലേക്ക് അടുപ്പിക്കുന്ന ഉപായങ്ങളാണ് യജ്ഞങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ ഈ യജ്ഞ രഹസ്യമാണ് ഭഗവാൻ ഈ ഒരു പദ്യത്തില്, ഈ ഒരു ശ്ലോകത്തില് അർജുനന് പകർന്നു കൊടുത്ത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇനി തുടർന്നുള്ള കാര്യങ്ങൾ നമ്മൾ നാളെ നോക്കാം, അടുത്ത സെഷനിൽ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ കർമ്മം ചെയ്യണം എന്നുള്ളത് മനസ്സിലായല്ലോ. ഏത് കർമ്മവും ചെയ്യാം, ഒരു കുഴപ്പമില്ല, യജ്ഞഭാവത്തിലാക്കണം എന്ന് മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് ഫലമൊന്നും പ്രതീക്ഷിക്കാതെ വേണം ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവൻ അനുഷ്ഠിക്കാൻ. അങ്ങനെയാണെങ്കിൽ ചെയ്യുന്ന കർമ്മം മുഴുവനും യജ്ഞമായി മാറും എന്നാണ് ഇവിടെ ഭഗവാൻ സൂചിപ്പിക്കുന്നത്. യെസ്, അത് നമുക്കൊക്കെ നിർദ്ദേശമാണ് അല്ലെ, നമുക്ക് വേണമെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷെ ലക്ഷ്യബോധം വേണം, സത്യത്തെക്കുറിച്ചുള്ള ബോധവും ഉണ്ടാവണം. ഇത് രണ്ടും വെച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ കർമ്മം അനുഷ്ഠിക്കുന്നെങ്കിൽ അത് നമ്മളെ കർമ്മവാസനകൾ ക്ഷയിക്കാൻ കാരണമാകും, പ്രാരബ്ധ കർമ്മങ്ങൾ ക്ഷയിക്കാൻ കാരണമാകും, നമുക്ക് ലക്ഷ്യത്തിലേക്ക് എത്താനും സാധിക്കും. ഓക്കെ, കണ്ണുകൾ അടച്ചു വയ്ക്കൂ. ക്ലോസ് യുവർ ഐസ്. കണ്ണുകൾ അടഞ്ഞിരിക്കുന്നു, നട്ടെല്ല് നിവർന്നിരിക്കുന്നു. കൈകൾ മടിമേൽ മലർത്തിവെക്കാം. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. മുഴുവൻ ശ്രദ്ധയും തന്നിൽ തന്നെ. ഓം സം സമിത്യുവസി വൃഷന്നഗ്നേ വിശ്വാനര്യ ഇലസ്പദേ സമിധ്യസേ സനോവശൂന്യാഭര സംഘച്ഛധ്വം സംവദധ്വം സംവോമനാംസി ജാനത ദേവാഭാഗം യഥാ പൂർവേ സഞ്ജാനാനാ ഉപാസത്തെ സമാനോ മന്ത്രഃ സമിതിഃ സമാനീ സമാനം മനസ്സഹ ചിത്തമേഷാം സമാനം മന്ത്രമഭിമന്ത്ര ഏവ സമാനേന വോഹവിഷാ ജുഹോമി സമാനീവ ആഗോദിഃ സമാനാ ഹൃദയാനിവഹ സമാനമസ്തു വോ മനോ യഥാ വസ്തു സഹാസതി. നമോ ബ്രഹ്മണേ നമോ അസ്ത്വഗ്നയേ നമ പൃഥവ്യേ നമ ഓഷധിഭ്യഃ നമോ വാചേ നമോ വാചസ്പതയേ നമോ വിഷ്ണവേ ബൃഹദേ കരോമി. ഓം ശാന്തി ശാന്തി ശാന്തി. ദീർഘമായ ശ്വാസം എടുക്കാം. സാവകാശം പുറത്തേക്ക് വിടാം. സ്വന്തം ശരീരത്തിലേക്കും ചുറ്റുപാടുകളിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് പൂർണ്ണ തൃപ്തിയോടുകൂടി വളരെ സന്തോഷപൂർവം സാവകാശം കണ്ണുകൾ തുറക്കാം.